കളമശ്ശേരി മെട്രോ സ്റ്റേഷനിൽ നിന്നിട്ട് വെറും 5 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഹർഷം വില്ലാസ് എന്ന ഒരു പ്രൊജക്റ്റിലാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. ഏകദേശം 13ഓളം വില്ലകൾ അടങ്ങുന്ന ഒരു പ്രൊജക്റ്റ് കൂടിയാണിത്. ഇതിനകത്ത് ഓൾറെഡി 10 വീടുകളോളം സോൾഡ് ഔട്ടായി കഴിഞ്ഞു. ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെറും 3 വീടുകൾ മാത്രമാണ്. ഈ കാണുന്ന വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 7 സെൻറ്റ് ലാൻഡിലായിട്ട് 3000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലേക്ക് ഏകദേശം 5 കിലോമീറ്ററും എടപ്പള്ളിയിൽ ലൂമാളിലേക്ക് ഏകദേശം 8 കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് ഏകദേശം 6 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബോക്സി ടൈപ്പ് കണ്ടംപററി എലവേഷനാണ് വീടിന് ഫോളോ ചെയ്തിരിക്കുന്നത്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ലൂവർ പാനലിംഗും LED ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് വീടിൻ്റെ എലവേഷൻ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ ഈ വീടിൻ്റെ ഇൻഡിവിജ്വൽ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 4 മീറ്റർ വീതിയിലാണ് റോഡ് കൊടുത്തിരിക്കുന്നത്. കട്ട വിരിച്ച നല്ല വീതിയുള്ള ഒരു സമയം 2 വാഹനങ്ങൾ പാസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ റോഡിൽ കിട്ടുന്നുണ്ട്. ഡ്രൈനേജ് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കോബ്ലർ സ്റ്റോണൊക്കെ കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെയാണ് വീടിൻ്റെ കോമ്പൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടാണ് വീടിൻ്റെ എലവേഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തായിട്ട് നല്ല ശുദ്ധമായ കിണർ വെള്ളം കിട്ടാനുള്ളൊരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. കൂടാതെ KW വാട്ടർ കണക്ഷൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ സൈഡിലേക്കായിട്ട് നല്ല രീതിയിൽ ഗാർഡൻ വർക്കുകൾ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഏകദേശം നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെ ഒരേ സമയം 2-3 ആൾക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ അഡീഷണൽ പാർക്കിംഗ് സ്പേസിലേക്കാണ്. ഇവിടെയും ഫ്ലോറിലെല്ലാം കോപ്പർ സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ പ്ലാന്റ് ബോക്സുകൾ കൊടുത്ത് ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗത്ത് നല്ല രീതിയിലൊരു ഗ്ലാസ് സ്ട്രക്ചറിൻ്റെ വർക്കുകൾ UPVC പാനൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ സൈഡിലായിട്ടും നല്ല രീതിയിൽ പ്ലാന്റ് ബോക്സുകൾ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു റീനെയിം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റെമ്പ് ലൈറ്റിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ടും അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് വരുന്നത്. നല്ല വീതിയുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് സിറ്റ് ഔട്ടിന് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിലായിട്ട് G7 സ്ലാബാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് പ്ലാന്റ് ബോക്സിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. സിറ്റ് ഔട്ടിലായിട്ട് ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങളും ലൂവർ പാനലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഡോറിലേക്കാണ് വരുന്നത്. ഏകദേശം 1.20 വീതിയിൽ വരുന്ന ഫ്രണ്ട് ഡോറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മഹാഗണി തടിയിലും ആഞ്ഞിലിയിലുമാണ് മരങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഒരു കോർണർ സെറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ കോട്ടൺ കർട്ടൻ്റെ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ലൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഏരിയ ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും ഹാങ്ങിങ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് TV യൂണിറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. റൊട്ടേറ്റ് ചെയ്ത് ഡൈനിങ് റൂമിൽ നിന്നും കാണാൻ പറ്റുന്ന രീതിയിലാണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ പർഗോള ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെ പാർട്ടീഷൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് ഡൈനിങ് റൂമിൽ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഒരു പാഷ്യോ കൊടുത്തിട്ടുണ്ട്. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു വാട്ടർ ഫൗണ്ടൈൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് റൂഫ് വർക്കിൻ്റെ വർക്കുകൾ ബാലൻസ് ഉണ്ട്. അതെല്ലാം തീർത്ത് ഫിനിഷ് ചെയ്തിട്ടാണ് ബിൽഡർ നമുക്ക് നൽകുന്നത്. പിന്നെ നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് റൂമിൻ്റെ ഒരു കോർണറിലായിട്ട് വരുന്ന വാഷ് കൗണ്ടറിൻ്റെ ഏരിയയിലേക്കാണ് വരുന്നത്. നല്ല രീതിയിലൊരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റിയുള്ള ടാപ്പിൻ്റെ സൗകര്യങ്ങളും അതിൻ്റെ ബിഹൈൻഡിലായിട്ട് മിറർ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പിറകിലുള്ള ഭിത്തിയിലായിട്ട് ഡബിൾ ലൈറ്റഡ് ആയിട്ട് കൊടുത്തേക്കണെ കൊണ്ട് നല്ല രീതിയിൽ ഗ്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസുകളും പ്ലാന്റ് ബോക്സുകളും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ കിച്ചൻ്റെ ഭാഗത്തേക്കാണ്. വടക്ക് കിഴക്ക് മൂലയിലായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകളും ക്രോക്കറി ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ നമുക്ക് കിട്ടുന്നുണ്ട്. കിഴക്ക് ഭാഗത്തേക്കായിട്ട് ചിമ്മിണിയുടെ പ്രൊവിഷൻ വരുന്നുണ്ട്. ഹോബ് കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു 4 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ കബോർഡ് വർക്കുകൾ താഴെയും മേളിലായിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
ഇവിടെ ആയിട്ട് സൈഡ് ടു സൈഡായിട്ട് വരുന്ന ഫ്രിഡ്ജൊക്കെ വയ്ക്കാനായിട്ടുള്ളൊരു സൗകര്യവും ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും കൊടുത്തിട്ടുണ്ട്. ഒരു L ടൈപ്പിൽ വരുന്ന കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തും നല്ലൊരു ക്വാളിറ്റിയുള്ള മൾട്ടി സിങ്കിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. വടക്ക് ഭാഗത്ത് 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിൻ്റെ വർക്കുകൾ ബാലൻസ് നിൽക്കുന്നുണ്ട്. എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് ബിൽഡർ നമുക്ക് നൽകുന്നതാണ്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഏകദേശം ഒരു 150 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണ്. തെക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങളും കർട്ടൻ്റെ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി തെക്ക് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കബോർഡ് വർക്കുകളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ പുഷ് ആൻഡ് പുള്ള് രീതിയിൽ തന്നെയാണ് ഡോറിൻ്റെ ഹാൻഡിൽ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ബേ വിൻഡോ കൺസെപ്റ്റിൽ വരുന്ന വിൻഡോ സൗകര്യങ്ങൾ വരുന്നുണ്ട്. കർട്ടൻ വർക്ക് അവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫോൾ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടൊരു സ്റ്റഡി ടേബിളിൻ്റെ സൗകര്യങ്ങളും ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഭിത്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യങ്ങൾ ബിഹൈൻഡ് ലൈറ്റിങ് കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ വരുന്ന ബാത്റൂം സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റിയുള്ള ഡൈവേർട്ടറും സ്പൗട്ടും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഹാൻഡ് ഷവറിൻ്റെ സൗകര്യങ്ങളും വാഷ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങളും ഒരു കൺസീൽഡ് വാൾ മൗണ്ട് ഫിറ്റിങ്സ് വരുന്ന ക്ലോസറ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 145 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ബെഡ്റൂം സ്പേസ് തന്നെയാണിത്. വീട് തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. തെക്ക് വശത്തായിട്ട് ഒരു ബേ വിൻഡോ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട് കർട്ടൻ വർക്കുകൾ വരുന്നുണ്ട്. സീലിംഗ് വർക്കുകളും BLDC ഫാനും കൊടുത്തിട്ടുണ്ട്. കിഴക്ക് ഭാഗത്തായിട്ടും രണ്ട് പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെയാണ് ഹെഡ് റൈസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബിഹൈൻഡിലായിട്ട് ലൈറ്റിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. ഇനി കബോർഡ് വർക്കുകളെല്ലാം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെയും പുഷ് ആൻഡ് പുള്ളായിട്ടാണ് ഡോറിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. നല്ല സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യവും ബിഹൈൻഡ് ലൈറ്റിംഗ് വർക്കുകളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ തന്നെയാണ് ബാത്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ജെറ്റ് ടൈപ്പ് ഡൈവേർട്ടർ സംഭവങ്ങളെല്ലാം ഇവിടെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റെയിൻ ഷവറിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വാൾ മൗണ്ട് കൺസീൽഡ് ഫിറ്റിങ്സുകളും വാഷ് കൗണ്ടറും കൊടുക്കാൻ പ്രത്യേകം ബിൽഡർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിൻ്റെ ഒരു കോർണറിൽ നിന്ന് പോകുന്ന സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ എത്തുന്നത്. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന സ്റ്റെയറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് ഒരു ഷങ്കണായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ താഴെയായിട്ട് ഇൻവെർട്ടറിൻ്റെ ക്യാബിൻ സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കണ്ടംപററി ബീം സ്റ്റെയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിലായിട്ട് കൊടുത്തിരിക്കുന്നത് വുഡിൻ്റെ പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കരിന്തകര മരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ 2 സൈഡിലായിട്ടും ഹാൻഡ് റെയിൽ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സേഫ്റ്റിയിൽ തന്നെ നമുക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മൾ ലാൻഡിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് ലാൻഡിംഗ് ആയിട്ടാണ് ഈ ഒരു ഏരിയ ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബിഹൈൻഡിലായിട്ട് ഒരു ഗ്ലാസ് സ്ട്രക്ചറിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാവുന്ന സൗകര്യങ്ങളുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് പുറത്തു നിന്നും കാണാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും ഹാൻഡ് റെയിലിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ വരുന്നുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പർ ലിവിങ് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും LED ലൈറ്റിങ്ങുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് TV ഹാങ് ചെയ്യാനായിട്ട് ഒരു TV യൂണിറ്റിൻ്റെ സൗകര്യങ്ങളും ബിഹൈൻഡിലായിട്ട് ലൂവർ പാനലിയും കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഈ ഭാഗത്തും സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ താഴെ നിന്ന് കണ്ട വാഷ് കൗണ്ടറിൻ്റെ ഡബിൾ ലൈറ്റ് വ്യൂ നമുക്ക് ഇവിടെ നിന്നിട്ട് ഭംഗിയിൽ തന്നെ ആസ്വദിക്കാനുള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട്. മുകളിലായിട്ട് ഒരു സ്കൈ വ്യൂ സെറ്റപ്പിൽ വരുന്ന പർഗോള ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഏകദേശം 150 സ്ക്വയർ ഫീറ്റ് ഈ ബെഡ്റൂമിനും വരുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. കർട്ടൻ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. തെക്ക് ഭാഗത്തായിട്ടൊരു ബേ വിൻഡോ കൺസെപ്റ്റിൽ വരുന്ന കബോർഡ് വർക്കുകൾ വരുന്നുണ്ട്. കുഷൻ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
ഇവിടെ ഒരു സ്റ്റഡി ഏരിയ കൺസെപ്റ്റിൽ വരുന്നൊരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു മിററിൻ്റെ സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിലുള്ള ബാത്റൂം സ്പേസ് തന്നെയാണ് വരുന്നത്. ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ വാഷ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങളും കൺസീൽഡ് വാൾ മൗണ്ട് ഫിറ്റിങ്സുകളും കൊടുക്കാൻ ബിൽഡർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ സ്ട്രക്ചറിൽ നിൽക്കുന്നുണ്ട് തന്നെ സെയിം വലിപ്പം തന്നെയാണ് ഈ ബെഡ്റൂമിനും കിട്ടിയിരിക്കുന്നത്. തെക്ക് കിഴക്കേ മൂലയിലാണ് വരുന്നത്. തെക്ക് ഭാഗത്തായിട്ടൊരു ബേ വിൻഡോ കൺസെപ്റ്റിൽ വരുന്ന വിൻഡോസിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. കുഷൻ വർക്കുകളെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ഭാഗത്ത് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു 4 പാളി കബോർഡ് വർക്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കബോർഡ് വർക്കൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു മിററിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ തന്നെയാണ് ബാത്റൂം കൊടുക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. നല്ല ക്വാളിറ്റിയുള്ള ഡൈവേർട്ടറും സ്പൗട്ടും വാൾ മൗണ്ട് ഫിറ്റിങ്സുകളും കൊടുക്കാൻ പ്രത്യേകം ബിൽഡർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സെർവൻറ്റ് റൂമായിട്ടോ സ്റ്റഡി റൂമായിട്ടോ കിഡ്സ് റൂമൊക്കെ ആയിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കോൺക്രീറ്റ് റൂഫിൽ തന്നെയാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 150ഓളം സ്ക്വയർ ഫീറ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. വടക്ക് ഭാഗത്തായിട്ട് 2 സിംഗിൾ പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമ്മൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ടെറസിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് അവൈലബിൾ ആണ്. സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു വിശാലമായ ടെറസ് സൗകര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ താഴത്തെ നിലയിൽ ഒരു കോമൺ ബാത്റൂമിൻ്റെ സൗകര്യങ്ങൾ ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കുള്ള പാസേജിലാണ്. ഇവിടെയും ഹാൻഡ് റെയിലിൻ്റെ കണ്ടിന്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസിൽ തന്നെയാണ് അതും കൊടുത്തിരിക്കുന്നത്. ഡോറ് തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി ഏരിയ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ്. ഏകദേശം ഒരു 4-5 ചെയർ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. മുകളിലായിട്ട് ലൂവർ പാനലിങ്ങും LED ലൈറ്റിങ്ങുകൾ വരുന്നുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസിൽ SS-ൻ്റെ ടോപ്പ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പടിഞ്ഞാറ് നിന്നുള്ള കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പോർച്ചിൻ്റെ മുകൾ വശം താഴ്ത്തി വാർത്തേക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു സിറ്റിംഗ് സ്പേസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. പ്ലാന്റ് ബോക്സ് വെക്കാനുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒരു ഏരിയ ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കളമശ്ശേരി മെട്രോ സ്റ്റേഷനിൽ നിന്നിട്ട് വെറും 5 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഹർഷം വില്ലാസ് എന്ന ഒരു പ്രൊജക്റ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിൽ വരുന്ന ഒരു 4 BHK പ്രീമിയം വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 7 സെൻറ്റ് ലാൻഡിലായിട്ട് 3000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,54,00,000 രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. ഈ വീട് കാണുന്നതിനോ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനോ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.